വളരെ കാലം മുമ്പ് പച്ചപ്പ് നിറഞ്ഞ വയലുകളാൽ ചുറ്റപ്പെട്ട ശാന്തമായ ഒരു ഗ്രാമത്തിൽ അർജുൻ എന്നൊരു കർഷകൻ താമസിച്ചിരുന്നു. അർജുൻ കഠിനാധ്വാനിയായിരുന്നു, പക്ഷെ പലപ്പോഴും തൻ്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് കുറുക്കുവഴികൾ സ്വീകരിച്ചു. താൻ വിജയിക്കുന്നിടത്തോളം കാലം മാർഗങ്ങൾ പ്രശ്നമില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു ദിവസം അർജുൻ തൻ്റെ വയലിൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അയൽവാസിയായ ഹരി എന്ന വൃദ്ധൻ സ്വന്തം ഭൂമിയുമായി മല്ലിടുന്നത് ശ്രദ്ധിച്ചു. ഹരിയുടെ വിളകൾ നശിച്ചാൽ എനിക്ക് വിപണിയിൽ മത്സരം കുറയും എന്ന് അർജുൻ ചിന്തിച്ചു. സഹായം വാഗ്ദാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം ഹരിയുടെ ജലസേചന സംവിധാനം രഹസ്യമായി അട്ടിമറിച്ചു. ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അർജുൻ്റെ വിളകൾ തഴച്ചു വളർന്നു. ഹരിയുടേത് വാടി. അർജുന് ഒരു വിജയാഹ്ലാദം തോന്നി. പക്ഷേ ആഴത്തിൽ അവൻ അസ്വസ്ഥനായിരുന്നു. വിജയിച്ചിട്ടും നീണ്ടു നിൽക്കുന്ന ഒരു കുറ്റബോധത്തിൽ നിന്ന് അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം വിതുരൻ എന്ന ജ്ഞാനി ആ ഗ്രാമം സന്ദർശിച്ചു. മുനിയുടെ ജ്ഞാനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ അർജുൻ അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടാൻ പോയി. മഹാമുനി, അർജുൻ പറഞ്ഞു, ഞാൻ വളരെയധികം വിജയിച്ചു, പക്ഷേ എനിക്ക് സമാധാനം തോന്നുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? വിതുരർ അർജുനെ ഒരു വലിയ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാൻ ക്ഷണിച്ചു. അവനോടൊരു കഥ പറയാൻ തുടങ്ങി. രാജൻ എന്നു പേരുള്ള ഒരു രാജാവ് ഒരിക്കൽ സമ്പന്നമായ ഒരു രാജ്യം ഭരിച്ചു. അവൻ ശക്തനായിരുന്നു, പക്ഷേ പലപ്പോഴും തൻ്റെ പ്രജകളോട് ക്രൂരനായിരുന്നു. ഒരു ദിവസം ക്ഷാമം അനുഭവിക്കുന്ന ഒരു അയൽ രാജ്യത്തെക്കുറിച്ച് അദ്ദേഹം കേട്ടു. സഹായിക്കുന്നതിന് പകരം അത് ഒരു അവസരമായി അദ്ദേഹം കണ്ടു. ദുർബലമായ ഭൂമി കീഴടക്കാൻ അദ്ദേഹം തൻ്റെ സൈന്യത്തെ അയച്ചു. വർഷങ്ങൾ കടന്നുപോയി. രാജൻ്റെ രാജ്യം സമ്പന്നമായി. എന്നാൽ ഒരു നിർഭാഗ്യകരമായ ദിവസം കടുത്ത വരൾച്ച അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭൂമിയെ ബാധിച്ചു. അവൻ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓർത്ത് അവൻ്റെ ആളുകൾ അവനെ സഹായിക്കാൻ വിസമ്മതിച്ചു. ഒരിക്കൽ പ്രബലനായ രാജാവ് താൻ ഒരിക്കൽ അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിൻ്റെ തെരുവുകളിൽ അലഞ്ഞു നടന്ന് സ്വയം നിരാലംബനായി. വിതുരൻ അർജുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ കണ്ടോ അർജുൻ, നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്നത് ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മിലേക്ക് മടങ്ങുന്നു. ഇതാണ് കർമ്മ നിയമം. നമ്മുടെ പ്രവൃത്തികൾ നല്ലതോ ചീത്തയോ ആകട്ടെ, നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്നു. അർജുന് ഒരു തിരിച്ചറിവ് അനുഭവപ്പെട്ടു. ഹരിയോടുള്ള തൻ്റെ പ്രവൃത്തികൾ തെറ്റാണെന്ന് അയാൾക്ക് മനസ്സിലായി. അവനുടനെ തന്നെ ഹരിയുടെ അടുത്ത് ചെന്ന് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചു. ഹരിയുടെ ജലസേചന സംവിധാനം നന്നാക്കുകയും വിളകൾ പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഹരി തൻ്റെ ദയുള്ള ഹൃദയത്തോടെ അർജുനോട് ക്ഷമിച്ചു. നമ്മളെല്ലാവരും തെറ്റുകൾ ചെയ്യുന്നു, പക്ഷേ അത് സമ്മതിക്കാനും തിരുത്താനും ശക്തനായ ഒരു വ്യക്തി ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, പരസ്പരം പിന്തുണയ്ക്കാം. ലഘൂകരിച്ച മനസ്സോടെ അർജുൻ തൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ശ്രദ്ധിച്ചു. അവൻ്റെ കുറ്റബോധത്തിന് പകരം സമാധാനം ലഭിച്ചു. ഹരിയുമായുള്ള ബന്ധം ആഴത്തിലുള്ള സൗഹൃദമായി വളർന്നു. അവരുടെ ബന്ധം കണ്ട ഗ്രാമം അവരുടെ മാതൃക പിന്തുടരാൻ തുടങ്ങി. വിശ്വാസത്തിലും പിന്തുണയിലും കെട്ടിപ്പടുത്ത ഒരു സമൂഹത്തെ അവർ സൃഷ്ടിച്ചു. ഒരു സായാഹ്നത്തിൽ അർജുനും ഹരിയും പാടത്തിനരികിൽ ഇരിക്കുമ്പോൾ സൂര്യാസ്തമയം വീക്ഷിക്കുന്ന സമയത്ത് അർജുൻ പറഞ്ഞു, എന്നോട് ക്ഷമിച്ചതിന് നന്ദി ഹരി. ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ നമ്മിലേക്ക് മടങ്ങി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞങ്ങളെ മാറ്റാൻ ഒരിക്കലും വൈകില്ല. ഹരി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, തീർച്ചയായും അർജുൻ, കർമ്മം എപ്പോഴും അതിൻ്റെ വഴി കണ്ടെത്തുന്നു. എന്നാൽ ദയയും സത്യസന്ധതയും കൊണ്ട് നമുക്ക് സമാധാനവും ഐക്യവും നിറഞ്ഞ ഒരു ഭാവി സൃഷ്ടിക്കാൻ കഴിയും. If you love to watch this video, you can like, share and subscribe.